ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ കുട്ടി വ്ളോഗ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഞാനാക്കി. അതുപോലെ ഹൈസിക്ക് വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ സ്കൂൾക്ക്. ബാക്കി ലഞ്ചും സ്നാക്സൊക്കെ അവർ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ ഹൈസ് നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ എണീപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഞാൻ ഹൈസി എന്നും രാവിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് ഹൈസിൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ ഹൈസിൻ്റെ സ്കൂള് എളാപ്പാൻ്റെ സ്കൂളാണ്, അതായത് പടം എൻ്റെ സ്കൂൾ തന്നെയാണ്. ടൈനി തിങ്കേഴ്സ് എന്നാണ് സ്കൂളിൻ്റെ പേര്. ഒരു പ്രീ സ്കൂളാണ്. LKG UKG PKG ആണ് അവിടെ ഉള്ളത്. സോ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയും ഉമ്മയും അതുപോലെ ബ്രദറിൻ്റെ വൈഫുമാണ് ഉണ്ടാവാറ്. അപ്പോൾ ബ്രദറിൻ്റെ വൈഫ് ഇപ്പം അവളുടെ വീട്ടിൽ നിൽക്കാൻ വയ്ക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ അവൾ തന്നെ എല്ലാം അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. സോ ഞാനതൊക്കെ റെഡിയാക്കിയിട്ട് ഷോപ്പിൽ പോയി. ഹൈസിൻ്റെ സ്കൂള് 3 മണി മുമ്പൊക്കെ വിടും. പിന്നെ ഇപ്പോൾ അവനെ പോയി പിക്ക് ചെയ്യും. പിന്നെ ഞാൻ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഉപ്പാക്കും ഉമ്മാക്കും ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് അവർക്ക് നൈറ്റിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാനങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോകും. സോ ഞാൻ അത്ര വലിയ മോട്ടിവേഷണൽ സ്പീക്കറൊന്നുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ കല്യാണം കഴിച്ച് പോയ കുട്ടികളാണെങ്കിലും ഡെയിലി വർക്കിന് പോകണവരോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പോയി വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിലില്ല പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെപ്പോഴും അവരുടെ അടുത്ത് പോവുക, കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്. അത് ചിലപ്പോൾ നമുക്ക് അവരുണ്ടാകുമ്പം അവരുടെ വാല്യൂ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും ചിലപ്പം നമ്മുടെ കൂടെ അവരുണ്ടായിക്കൊള്ളണമെന്നില്ല. സോ എല്ലാവരുടെയും പാരൻസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.